ഞാൻ എന്നെ പുസ്തകത്തിൽ ആദ്യം സ്പർശിച്ചൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ ഇതിൽ കുറെ ചെറിയ ചെറിയ കഥകൾ, കൊച്ചു കൊച്ചു മൈക്രോ സ്റ്റോറീസ് ഉണ്ടാവും. എന്നെ സ്പർശിച്ചൊരു കഥ ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കുന്നത് ചെറിയൊരു പാരഗ്രാഫാണ് എഴുതിയാണ്. ഈ പാരഗ്രാഫിലേക്ക് ചെറിയൊരു കണ്ണുനീരോടെ അല്ലാതെ വായിച്ചു തീർക്കാനാവില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. ഒരു 2-3 പാരഗ്രാഫ് മാത്രമേ ഉള്ളൂ. ബാക്കി പുസ്തകത്തിൽ നിങ്ങൾ പൂർണ്ണമായിട്ട് വായിച്ചാൽ മതി. എന്നാലും ആ പുസ്തകം വായിക്കാൻ ഈ പാരഗ്രാഫുകൾ നിങ്ങളെ പ്രേരിപ്പിച്ചേക്കാമെന്ന് എനിക്ക് തോന്നുന്നു. അതിന് എന്തിനോ മഹാനുഭാവുలు എന്നുള്ള അധ്യായമുണ്ട്. അതിനകത്ത് അദ്ദേഹം എഴുതുന്നത്, കാവേരി നദി തമ്പുരു പോലെ മൃദുവായി വീട്ടുന്ന തഞ്ചാവൂരിൽ നിന്നും തമിഴ്നാട്ടിലെ 3ാമത്തെ ദിവസം ആരംഭിക്കുകയാണ്. രാവിലെ അമ്മയെ വിളിക്കാൻ ശ്രമിക്കുമ്പോൾ ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. തൊണ്ടയിൽ കഫം നന്നായി അടിഞ്ഞിട്ടുണ്ട്. കൈയെടുത്ത് അമ്മയെ തട്ടി വിളിക്കാമെന്ന് വെച്ചാൽ നമുക്ക് ചലിക്കുകയില്ല. എന്റെ ചലനവും ജീവിതവും എല്ലാം ശബ്ദത്തെ വിശ്വസിച്ചാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതൊന്നും ഇടറിയാൽ പിന്നെ ഞാനില്ല. അല്പനേരം വല്ലാത്തൊരു ശൂന്യത എന്നെ വന്ന് മൂടിയത് പോലെ തോന്നി. കഴിഞ്ഞ ദിവസം ചുമയും ചില അസ്വസ്ഥതകളും മാത്രമേ ഉണ്ടായിരുന്നു. മധുവിലെ കടുത്ത വെയിലും ജിഗർത്തണ്ടയുടെ രുചിയിൽ മുങ്ങിയപ്പോൾ തൊണ്ട വഴി ഇറങ്ങിയ തണുപ്പ്, 200 കിലോമീറ്റർ നിർത്താനുള്ള യാത്രയും കല്ലടയിൽ രാവിലെ സന്ധ്യാസമയത്തെ കാറ്റുമൊക്കെ എന്റെ ശ്വാസകോശത്തിലെ അണുബാധ കൂട്ടിയിട്ടുണ്ട്. വലിയ തൊണ്ടയിലെ കട്ടിയുള്ള കഫത്തെ മുക്കിയും ഞെരുക്കിയും ഒക്കെ ഒരുവിധം പുറത്തെത്തിച്ചു. എന്നിട്ട് അമ്മ എന്നെ വിളിച്ചു. അമ്മയുടെ ഗർഭപാത്രത്തിന്റെ തടവിൽ നിന്നും പുറത്തു ഭൂമിയിലേക്ക് വരുന്ന ജീവൻ, സന്തോഷം കൊണ്ട് മാലതിക്കും പൊട്ടുമാറ് എന്ന് തോന്നുന്ന ആ ആദ്യ ശബ്ദം പുറത്തുവിടുന്ന പോലെയാണ്. പൊട്ടുമാറ് ഉച്ചത്തിൽ പുറപ്പെടുവിക്കുന്ന ശബ്ദമുണ്ട്. കേൾക്കുന്നവർക്ക് കരച്ചിൽ എന്ന് തോന്നുന്ന ആ ശബ്ദം പുറത്തുവിടും പോലെയാണ് ഞാൻ അമ്മയെ വിളിച്ചത്. പുലർച്ചെ തന്നെ കുഞ്ഞി കഴിഞ്ഞ് ഞാൻ എഴുന്നേൽക്കുന്നതും കാത്തിരിക്കുകയായിരുന്നു അമ്മ എന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ തൊട്ടുപുറകിൽ നിൽക്കുമ്പോൾ ശബ്ദം കൊണ്ടുപോലും അയാളെ തൊടാൻ കഴിയാതെ പോകുന്ന സഹായാവസ്ഥ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒന്നാണ്. മനുഷ്യന്റെ സൗന്ദര്യബോധത്തിന്റെ ദൃഢനിശ്ചയത്തിന്റെ കഠിന പ്രയത്നത്തിന്റെ മകുടോദാഹരണം തൊട്ടപ്പുറത്ത് ഇങ്ങനെ തലയുയർത്തി നിൽക്കുമ്പോൾ അതേ മനുഷ്യൻ എത്രമാത്രം നിസ്സാരനാണ് എന്ന് ഈ അനുഭവം വീണ്ടും എന്നെ ഓർമ്മിച്ചു. അതായത് ഞാൻ വായിച്ചത് മനസ്സിലാവാത്ത കാര്യം പറയണം. അദ്ദേഹം അമ്മയെ വിളിക്കണമെന്ന് ആഗ്രഹിച്ചു. അമ്മ എവിടെയാണ് വന്നാൽ കൊള്ളാമെന്ന് തോന്നി അദ്ദേഹം വിളിച്ചു. പക്ഷെ തൊണ്ടയിൽ കഫമായതുകൊണ്ട് ആ വിളി പുറത്തേക്ക് വരുന്നില്ല. പിന്നീട് തൊണ്ടയെല്ലാം ക്ലിയർ ചെയ്ത് അദ്ദേഹം വിളിച്ചപ്പോൾ അമ്മ തൊട്ട് പിന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ തിരിഞ്ഞു നോക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മളൊക്കെ എത്ര വലിയ പ്രിവിലേജുകൾ അനുഭവിച്ചുകൊണ്ടാണ് പോകുന്നത് എന്നും നമുക്ക് എന്തൊക്കെ സൗകര്യങ്ങളാണ് ഉള്ളത് എന്നും നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഇങ്ങനെ ഒരു എഴുത്ത് വായിക്കുമ്പോൾ ആ ഒരു തോന്നൽ വളരെ ശക്തമായ രീതിയിൽ നമ്മുടെ മനസ്സിൽ ഉണ്ടാകും. എപ്പോഴും നമ്മൾ പറയുന്ന ഒഴിവുകഴിവുകൾ എത്രത്തോളം വ്യാജമാണ് എന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന ഒരു എഴുതാണത്. ഞാൻ ആ ഭാഗം വായിച്ചിട്ട് എനിക്ക് ശക്തമായ കരച്ചു വന്നു. അപ്പൊ അങ്ങനെ ഒരുപാട് മുഹൂർത്തങ്ങൾ ഈ പുസ്തകത്തിനകത്തുണ്ട്. ഞാൻ കൂടെ പറഞ്ഞ പുസ്തകത്തിന്റെ വായനയുടെ സൗന്ദര്യത്തെ നശിപ്പിക്കുന്നില്ല.